ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് റിവ്യൂ. പപ്പിമോള് വിഷ്ണുവിനോട് പറയുന്നു, സത്യയുടെ അച്ഛൻ വന്നിരുന്നു, ദോണ്ടെ സത്യയും അച്ഛനും കൂടെ പോകുന്ന കണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. വിഷ്ണു കരയുവാണോ എന്തുവാ, ചങ്ക് പൊട്ടി ഇങ്ങനെ നോക്കുന്നു. വിഷ്ണുവിൻ്റെ കണ്ണിൽ കൂടെ തീയാണോ പറക്കുന്നത് എന്തുവാന്നറിയില്ല. ആ രീതിക്കാണ് വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നത്. സത്യഭാമയും രോഹിത്തും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. ഇത്രയും നാളും ശാലിനിയെ വിശ്വസിച്ച് ശാലിനിയെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന വിഷ്ണുവിന് കിട്ടിയ ഒരു അടിയായിപ്പോയോ അത്. വിഷ്ണു ഇങ്ങനെ ാണ് എന്താണ് എൻ്റെ മുന്നിൽ കണ്ടത്, ഞാനിത് വിശ്വസിക്കണോ, എൻ്റെ കണ്ണിനെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷ്ണു ഇങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. വിഷ്ണു ശാലിനിയോട് പറയുവാണ്, ശാലിനി നിനക്ക് എങ്ങനെ തോന്നി എന്നെ ചതിക്കാനായിട്ട്? അകന്നിരുന്നാലും പരസ്പരം ഒരു മനസ്സാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത്. നിനക്ക് എങ്ങനെ എന്നെ വഞ്ചിക്കാൻ തോന്നി? ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ശാലിനി നീ ഇങ്ങനെ ചെയ്യുമെന്ന് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് സങ്കടപ്പെട്ട് ദേഷ്യപ്പെടുകയാണ്. വിഷ്ണുവാണെ സങ്കടത്തോടെ ഇങ്ങനെ വണ്ടി ഓടിക്കുവാണ്. വിഷ്ണു മനസ്സിൽ പറയുക, ഇവൾക്കിതെങ്ങനെ എന്നോട് ചെയ്യാൻ കഴിഞ്ഞു? ശാലിനി അറിയാതെ ഒരിക്കലും അവനിവിടെ വരില്ല. സത്യമ്മ മനസ്സിൽ പറയുക, ദൈവമായിട്ട് അവനെ ഇപ്പം ഞങ്ങളുടെ മുന്നിൽ കൊണ്ട് കാണിച്ചു തന്നത്. അല്ലെങ്കിൽ ഇവൾ സ്നേഹം അഭിനയിച്ച് എൻ്റെ മോനെ ചതിക്കുമായിരുന്നല്ലോ, എൻ്റെ മകൻ ആ ചതിയിൽ വീണു പോവുമായിരുന്നല്ലോ, എൻ്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ഇപ്പം കിട്ടിയിരിക്കുന്നു എന്നിങ്ങനെ സത്യഭാമ മനസ്സിൽ പറയുമ്പോൾ വിഷ്ണു ചിന്തിക്കുവാണ്, ഒരുപാട് കള്ളത്തരങ്ങൾ അവൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്ത് ന്യായീകരണം പറഞ്ഞാലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ശാലിനി നീ എന്നോട് ചെയ്തത്. സത്യയുടെ അച്ഛൻ ആരാന്ന് അവള് തന്നെ ഇപ്പം നമുക്ക് കാണിച്ചു തന്നു. അവനെ കല്യാണം കഴിച്ച് അവിടെ താമസിച്ചൊരു കുഞ്ഞിനെയും പ്രസവിച്ചിട്ട് എത്ര ധൈര്യത്തോടെ അവൾ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചത് എൻ്റെ മോൻ്റെ അടുത്ത്. സത്യ എൻ്റെ വീട്ടിലെ ചോരയാണെന്ന് വരെ അവൾ പറഞ്ഞല്ലോ. ശാരദാമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. ഇത്രയും ചതിയും വഞ്ചനയൊക്കെ ഇവരുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവരിങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ശാരദാമ്മയും ശാലിനിയും കൂടെ പറഞ്ഞ് സത്യമോളെ അകത്ത് പറഞ്ഞു വിടുകയാണ്. ശാരദാമ്മ പെട്ടെന്ന് ശാലിനിയോട് പറയാം, മോളെ വേഗം ചെന്ന് ഡ്രസ്സ് മാറ്. സത്യയുടെ അച്ഛൻ വന്നത് സത്യാമ്മയും വിഷ്ണുവൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ഏത് നിമിഷവും അവരോടെ വരും. മോള് പെട്ടെന്ന് വേഷമൊക്കെ മാറിക്കേ എന്ന് പറയുമ്പോൾ ശാലിനി എളുപ്പം പോയി വേഷമൊക്കെ മാറ്റുവാണ്. വിഷ്ണുവാണെങ്കിൽ ആ കാറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ആ ഡോർ വലിച്ചങ്ങാഞ്ഞടച്ചിട്ട് ദേഷ്യത്തിൽ നടന്നങ്ങോട്ട് വരികയാണ്. വിഷ്ണുവിന്റെ ആ ദേഷിച്ചുള്ള നോട്ടവും തീപാറുന്ന കണ്ണും കണ്ട് ശാലിനി അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ശാലിനി ഓടി വന്നിട്ട് വിഷ്ണുവേട്ടാ എന്ന് വിളിക്കുമ്പോൾ വിഷ്ണു അങ്ങനെ പല്ല് കടിച്ച് ദേഷ്യത്തോടെ പറയുന്നു, ഇനി എന്തിനാ അങ്ങനെ വിളിച്ച് നീ എന്നെ അപമാനിക്കുന്നേ? അയ്യോ വിഷ്ണുവേട്ടൻ എന്തുവാ പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോൾ പറയുന്നതൊന്നും തനിക്ക് മനസ്സിലാവത്തില്ല. നേരത്തെ എൻ്റെ ഒരു നോട്ടം മതിയായിരുന്നു തനിക്കെന്നെ മനസ്സിലാക്കാൻ. ഞാൻ എന്തൊക്കെ പറയുമെന്നും അറിയാൻ. മനസ്സുകൾ തങ്ങളിൽ അകലുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നിനക്ക് നിന്റെ ഇഷ്ടമുള്ളവരൊക്കെ ഇപ്പം നിന്റെ അടുത്തെത്തിയിട്ടുണ്ടല്ലോ. വിഷ്ണുവേട്ടൻ എന്തോ മനസ്സിൽ തെറ്റിദ്ധരിച്ചിരിക്കുവാന്നും പറഞ്ഞ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തൊടുമ്പോൾ, ഞാൻ കണ്ടതും കേട്ടതും എല്ലാം സത്യവുമല്ല കുറ്റവുമല്ല അല്ലേ? ഇതൊക്കെ കേട്ടോണ്ട് ശാരദാമ്മ ഓടി വരുവാണ്. മോനെ എന്താ ഉണ്ടായതല്ല ഇവിടല്ലേ? സത്യയോടൊപ്പം വന്നത് സത്യയുടെ അച്ഛനാണോ എന്ന് വിഷ്ണുവേട്ടൻ അറിയണം എന്നിങ്ങനെ ശാലിനി സാധാരണ മട്ടിലാണ് സംസാരിക്കുന്നത്. ആ സംശയത്തിന്റെ പേരിലാണോ ഈ കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും ഒക്കെ പറഞ്ഞത്? ശാലിനി, എനിക്ക് എന്നെ മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ളവരെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുണ്ട്. ശാരദാമ്മ പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് സമാധാനം കളയുന്നത്. നടന്നത് എന്താണെന്ന് നീ വിഷ്ണുവിനോട് തുറന്നു പറ, അവനും അറിയട്ടെ. എന്നായാലും ഇതെല്ലാം വിഷ്ണു അറിയേണ്ടതല്ലേ? പരസ്പരം മനസ്സിലാക്കുന്നവർ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കില്ലമ്മേ. ഇത് തെറ്റിദ്ധാരണയാണോ ശാലിനി? ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതല്ലേ, അതാരാണെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. വിഷ്ണുവേട്ടാ, ഇത് കഷ്ടമായിപ്പോയി. ഇത്രയും നാൾ ഒരേ മനസ്സും ഒരേ ശരീരമാണെന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു അന്യ ആളിൻ്റെ നിഴൽവട്ടം കണ്ടപ്പോഴേ മനസ്സും തകർന്നു, ഹൃദയവും തകർന്നു. എൻ്റെ വിഷ്ണുവേട്ടാ, ഞാൻ വിഷ്ണുവേട്ടനെന്നെ അപ്പോഴും ഇപ്പോഴും വിളിക്കൂ. കാരണം അന്നും ഇന്നും എൻ്റെ മനസ്സിൽ എൻ്റെ വിഷ്ണുവേട്ടൻ മാത്രമേ ഉള്ളൂ. കൈവിടറി, നീ കള്ളവാ പറയുന്നേ, കള്ളത്തരവാ നീ പറയുന്നേ. വാക്കുകൾ കൊണ്ട് നീ ആളെ അളക്കുക. വിഷ്ണുവേട്ടാ, ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നീ തരും. അതോ വന്നവനെ എനിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കള്ളത്തരം നീ ആലോചിക്കുവാണോടി? വിഷ്ണുവേട്ടാ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നെ അങ്ങ് വല്ലാതെ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. വിഷമമുണ്ട് വിഷ്ണുവേട്ടാ. ഇനി ആ വന്നത് ആരാണെന്ന് അറിയണം അല്ലേ? ഞാൻ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.